ഇനി തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഉത്സവ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. തമിഴ്നാട്ടിൽ ഇത് ഈ മകര സംക്രമമൊക്കെ കഴിഞ്ഞ് സംക്രാന്തി കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ജല്ലിക്കെട്ട് ഉത്സവത്തിന്റെ സമയമാണ്. മധുര അവണിയാപുരത്ത് ഇന്നലെ നടന്ന ജല്ലിക്കെട്ടിൽ പക്ഷേ ഇതിനിടെ ഒരു അപകടമുണ്ടായി. കാളയുടെ ചവിട്ടേറ്റ് മധുര സ്വദേശിയായ ഒരാൾ മരിച്ചു. മധുര സ്വദേശി നവീനാണ് മരിച്ചത്. 20ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് പാലമേട്ടിലും നാളെ അലങ്കാനല്ലൂരിലും ജല്ലിക്കെട്ട് നടക്കും. വിവരങ്ങളുമായി കിരൺ ബാബു. കിരൺ, ജല്ലിക്കെട്ട് തമിഴ് ജനതയുടെ ഒരു ആവേശ ഉത്സവമാണ്. അതിനിടയിലുള്ള അപകടങ്ങളൊന്നും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. നിരോധിക്കണമെന്ന ഉത്തരവ് വന്നതും അതിന് പിന്നിലുണ്ടായ കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഈ ജല്ലിക്കെട്ട് സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഒരു അപകടത്തിന്റെ വാർത്തയുണ്ട്. എന്നാലും അതെങ്ങനെയാണ് തമിഴ്നാട്ടിലെ വലിയ ആഘോഷമായി മാറുന്നത്? ശ്രീജ, തമിഴ് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായ ഒരു ഉത്സവം കൂടിയാണ് ജല്ലിക്കെട്ട്. അത് ഏകദേശം ജല്ലിക്കെട്ടിന്റെ ചരിത്രം തന്നെ BC 400 മുതൽ തുടങ്ങുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രയോ വർഷമായി, നൂറ്റാണ്ടുകളായി ഇത്തരം ജല്ലിക്കെട്ട് രീതികൾ തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും പുതിയ കാലത്ത് വലിയ അപകടങ്ങളിലേക്കൊക്കെ വഴിതെളിക്കുന്നുണ്ട്. എല്ലാ തവണയും നിരവധി പേർ മരിക്കുകയും അതിലേറെ എത്രയോ ആളുകൾക്ക് പരിക്കേൽക്കുകയും ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ നീങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട്. വളരെ ചെറിയ 1-2 പേർക്ക് ഒഴികെ ബാക്കി മഹാഭൂരിപക്ഷം പേർക്കും വളരെ ചെറിയ സമ്മാനങ്ങൾ മാത്രമാണ്. ഈ അടുത്ത കാലം വരെയും പ്രഷർ കുക്കറോ പാത്രങ്ങളോ ഒക്കെ പോലുള്ള വളരെ ചെറിയ സമ്മാനങ്ങൾ മാത്രമായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന തൊഴിലാളികളാണ് മഹാഭൂരിപക്ഷവും ഇതിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ജല്ലിക്കെട്ട് സീസൺ തമിഴ്നാട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. മെയ് 31 വരെ, ജനുവരിയിൽ തുടങ്ങി മെയ് 31 വരെയുള്ള സീസണാണ് തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട്. പുതുക്കോട്ട ജില്ലയിലാണ് പ്രധാനമായും ഏറ്റവും പ്രധാനപ്പെട്ട ജല്ലിക്കെട്ടുകളൊക്കെ നടക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ജല്ലിക്കെട്ട് നടക്കുന്നത് മധുര ജില്ലയിലാണ്. മധുര ജില്ലയിൽ ഇന്നലെയും ഇന്നും നാളെയുമായിട്ടാണ് 3 പ്രധാന ജല്ലിക്കെട്ടുകൾ നടക്കുന്നത്. അതിൽ ഇന്നലത്തെ ജല്ലിക്കെട്ടിലാണ്, ആദ്യ ദിവസം ഇന്നലെ പങ്കെടുത്ത ജല്ലിക്കെട്ടിലാണ് ഒരാൾക്ക് മരണമുണ്ടായത്. അത് മധുര സ്വദേശിയാണ് മരണം. നവീൻ കുമാർ എന്നൊരു ചെറുപ്പക്കാരനാണ് മരിച്ചത്. നെഞ്ചിൽ കാളയുടെ ചവിട്ടേറ്റാണ് അദ്ദേഹത്തിന് മരണമുണ്ടായത്. പെട്ടെന്ന് തന്നെ മധുര മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 20ഓളം പേർക്കാണ് ഇന്നലെ പരിക്കേറ്റത്. 1100ഓളം കാളകളാണ് ഈ ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ 900ഓളം മനുഷ്യരും ചെറുപ്പക്കാരും കാളകളെ പിടിക്കാനായി നിൽക്കുന്നുണ്ട്. പ്രധാനമായും ഈ കാളകളെ ജല്ലിക്കെട്ട് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടുകയും ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകൾ ഈ കാളകളുടെ മുതുകിൽ പിടിച്ച് കാളകളെ നിർത്തുകയും വേണം. അങ്ങനെ ഏറ്റവും കൂടുതൽ കാളകളെ പിടിച്ചു നിർത്തുന്ന ആളിനെയാണ് വീരനായി പ്രഖ്യാപിക്കുന്നത്, വിജയിയായി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളിന് 8 ലക്ഷം രൂപയും കാറുമാണ് സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഒരു ആളും മെരുക്കാനോ അല്ലെങ്കിൽ ഒരു തരത്തിലും മെരുക്കാൻ തയ്യാറാവാതെ വിജയിയായി നിൽക്കുന്ന കാളയുടെ ഉടമയ്ക്കാണ് 11 ലക്ഷം രൂപ വിലയുള്ള ഒരു ട്രാക്ടറാണ് സമ്മാനം. മറ്റ് നിരവധി സമ്മാനങ്ങളും ഇതിനൊപ്പമുണ്ട്. ഇത് പ്രധാനമായും സമ്മാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് അവരുടെ വീരത്വം തെളിയിക്കുന്ന, അല്ലെങ്കിൽ നാട്ടിലെ ഒരു അഭിമാനമൊക്കെയായി കാണുന്ന, അവരുടെ പരമ്പരാഗതമായി കൈമാറി വന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ പിന്തുടരുന്ന അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ് പ്രധാനമായും ഇത്തരം ജല്ലിക്കെട്ട് ഉത്സവത്തിൽ പങ്കെടുക്കുകയും ഈ കാളകളെ മെരുക്കാൻ ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. എല്ലാ വർഷവും ഈ തരത്തിലേക്കുള്ള നിരവധി പേരുടെ മരണത്തിലേക്കും അപകടത്തിലേക്കും ഒക്കെ നീങ്ങാറുണ്ട്. കർശനമായ വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് ഈ ജല്ലിക്കെട്ട് ഉത്സവത്തിന്റെ ഭാഗമായുള്ള അപകടങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് സീസൺ തുടങ്ങുമ്പോൾ തന്നെ മധുരയിൽ നടന്ന ആദ്യ ജല്ലിക്കെട്ടിൽ തന്നെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ അതൊന്നും തമിഴ്നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ച് അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. കാരണം ഇത് അവരുടെ ഒരു പാരമ്പര്യത്തിൻ്റെ തനിമയുടെ ഒക്കെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. ഇനി വരും ദിവസങ്ങളിലും മധുരയിലുള്ള ജല്ലിക്കെട്ടുകൾ നടക്കുന്നുണ്ട്.